നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, രാഷ്ട്രീയ ലോക്ദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെയും ആശംസകളും അഭിനന്ദനങ്ങളും. ശ്രീ നാരായണ ഗുരു സമാധിയായിരുന്നു. ഗുരുദേവന് എല്ലാ ആദരാഞ്ജലികളും ഒരിക്കൽ കൂടി അർപ്പിക്കും. മറ്റൊന്ന്, ഇന്ന് എം ലോറൻസിൻ്റെ ചരമദിനമാണ്. ചരമമാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കും. അതുകൂടാതെ ഈ ജമാൽ കൊച്ചങ്ങാടി എന്നൊരു ഇത് പറഞ്ഞ് മഹേശ്വര പെരളി എന്ന് അദ്ദേഹം അതിനകത്ത് എന്തോ ചെറിയ വ്യാഖ്യാനം കൊടുത്തത്. അത് അങ്ങനെ തന്നെയാണെന്നൊരു സംശയമുണ്ട്. പക്ഷെ ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ ഈ പെരളി എന്നുള്ള പ്രയോഗത്തിൽ കാണുന്നില്ല. പക്ഷേ മഹേശ്വര എന്നൊരു പ്രളയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മഹാപ്രളയം, വലിയ വെള്ളപ്പൊക്കം, എല്ലാവരും എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മഹേശ്വര എന്ന് പറഞ്ഞാലും കൂട്ടമാണ്, വൻ കൂട്ടം, മഹാകൂട്ടമാണ്. അപ്പോൾ എനിക്കൊരു പെരളി എന്നൊരു പ്രയോഗം പ്രളയത്തിൽ നിന്ന് ലോപിച്ചു വന്നാണെന്നോ സാധ്യമുണ്ടോ എന്നൊരു സംശയം ഇല്ലായികയില്ല. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അത് ഞാനൊരു 100% ശരിയല്ല, പക്ഷേ അങ്ങനെ ഒരു ഡൗട്ട് പറയുകയാണ്. ഇത് പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്തും ഭരണാധികാരികളുണ്ട്. 10,000 കോടി രൂപ മുടക്കിയാണ് ഏതാണ്ട് 40,000 പേരൊക്കെ കൊല്ലുന്നത്. 10,000 കോടി ഡോളർ മുടക്കി. ഇസ്രായേലിൽ ഹമാസിന് ഫലസ്തീൻ ചെയ്ത കാര്യം പറഞ്ഞു. അവിടെയാണ് മുഹമ്മദ് നബിയുടെ പിന്നെ 4 ഖലീഫമാരിൽ ഒരാൾ ഉമർ, അദ്ദേഹം പറഞ്ഞൊരു ഭാഷറിയോ, 20 സാമ്രാജ്യങ്ങൾക്ക് ഉടമയായിരുന്ന അധിപനായിരുന്ന ഉമർ പറയാണ്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരാട്ടിൻകുട്ടി വെള്ളം കുടിക്കാതെ വലഞ്ഞാൽ സത്യമായും ഞാൻ റബ്ബിനടുത്ത് കണക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ദുഃഖിതനാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 20 സാമ്രാജ്യങ്ങളുടെ അധിപനും അവകാശിയും ഭരണാധികാരിയുമായ ഉമർ പറയുന്നു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വെള്ളം കുടിക്കാതെ വലഞ്ഞാൽ അതിന് സത്യമായി ഞാൻ ദൈവത്തെ മുമ്പിൽ കണക്ക് പറയും. ഈ മഹേശ്വരയിലെ കണക്ക് പറയും. എന്താ കാരണം? അദ്ദേഹം ഭരണാധികാരിയാണ്. ശക്തനിൽ നിന്ന് അശക്തരെ രക്ഷിക്കുക, അതിനാണല്ലോ പോലീസ് സ്റ്റേഷനും പട്ടാളവും ഭരണമൊക്കെ ഉള്ളത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള കാലത്ത് അദ്ദേഹം അത് 1400 വർഷങ്ങൾ മുമ്പ് പറഞ്ഞെങ്കിൽ ഇന്നത്തെ ഭരണാധികാരി നോക്കി ജനങ്ങളുടെ സംരക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, എന്തോ ഒരു വൃത്തികേടാണ്. മനുഷ്യരെ കൊല്ലുന്ന, പേജറായാലും എന്തായാലും ആയിരങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി, നിരപരാധികളെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം, അവരൊക്കെ ഭരണാധികാരിയാണോ? അവരൊക്കെ കൊലയാളി എന്നല്ലേ പറയാൻ വേണ്ടി. ആരായിരുന്നാലും, ഞാനായാലും എനിക്ക് പിന്നെ ഭരണമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല, ആരായിരുന്നാലും. ഏതായാലും അതൊക്കെ ബുദ്ധിയുള്ള ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിന്തിക്കുക. പിന്നെ ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിനും അൻവർജിക്കും ചോട്ടാ സഖാക്കൾക്കും പറഞ്ഞു കഴിഞ്ഞു. അൻവറിൻ്റെ കൂടി ഇതുപോലെ കാര്യങ്ങൾ ഇടപെട്ടാൽ നിങ്ങളുടെ സ്ഥാനം പാർട്ടിക്ക് വെളിയിലായിരിക്കുമെന്ന്. ഇനി ഇതിനേക്കാൾ എന്ത് ആധികാരികമായിട്ട് മുഖ്യമന്ത്രി നിലയിൽ പറയേണ്ടത്? ഞങ്ങൾ മുഖ്യമന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം ഞങ്ങളിപ്പോൾ ഈ രാഷ്ട്രീയ ലോക്ദൾ NDA ഒരു ഭാഗമാണ്, കേന്ദ്രത്തിൽ ഭരണകക്ഷിയാണ്. അപ്പോൾ NDAക്ക് വേണ്ടി ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ബാധ്യതയാണ്. ആ നിലക്ക് നമുക്ക് സന്തോഷിക്കാം മുഖ്യമന്ത്രിയുടെ തീരുമാനം. കാരണം ഇതിൽ കൂടുതൽ അദ്ദേഹം എന്താണ് ഉറപ്പ് പറയാനുള്ളത്? ഞങ്ങൾ സംഘപരിവാറിൻ്റെയും കൂടെയാണ്, അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടി എന്നുള്ള ഇനി എന്തിക്കുള്ളിൽ മുഖ്യമന്ത്രി പറയണ ചോട്ടാ സഖാക്കളെ, പ്രതിപക്ഷങ്ങളെ, അൻവറെ, ഇനി അദ്ദേഹം എന്താണ് നിങ്ങളോട് പറയേണ്ടത്? ഞാൻ RSS ചേരാൻ പോകുന്നു, അത് പറയണോ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നടക്കുന്നെങ്കിൽ നിങ്ങളാണ് മണ്ടന്മാരാ, മുഖ്യമന്ത്രിയല്ല. പക്ക ആയിട്ട് സംഘപരിവാറിന് വേണ്ടിയാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്.
BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നും തന്നെയല്ല, ഒരു പരിധി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം, ഞാനും എൻ്റെ ഗ്രൂപ്പും, ഞാൻ മുഖ്യമന്ത്രി ഗ്രൂപ്പും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ആൾക്കാരും സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ കൂടെ ഭരണത്തിൽ പോകും. അപ്പോൾ 2 കക്ഷിയാവും ഇനി കേരളത്തിൽ. ഒന്ന് UDF എന്ന് പറയുന്ന കക്ഷി, മറ്റൊന്ന് LDFും NDAയും ചേർന്നുള്ളൊരു കക്ഷി. അതൊക്കെ പേരുടെ സമയമാണ് അത്. പക്ഷേ ആ 2 കക്ഷിയായിട്ട് മത്സരിക്കും. അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടി, കൂടുതൽ MLA വരുന്ന പാർട്ടി രാജ്യം ഭരിക്കും. അങ്ങനെ ഏതാണ്ട് കാര്യങ്ങൾ തീരാൻ പോവാണ്. കേരള രാഷ്ട്രീയം ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അത് എൻ്റെ വളർച്ചയുടെ സമാപനമാവും. പ്രശ്നം തീരും. പിന്നെ 2 മുന്നണി മത്സരിക്കുകയാണ്. ഏത് മുന്നണിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു ആ മുന്നണി ഭരിക്കട്ടെ. ഓക്കെ. ഇനി ഇതിൽ കൂടുതൽ മുഖ്യമന്ത്രി പോലും പറയാനുണ്ടോ അൻവർ നിങ്ങളോടൊക്കെ? അൻവറെ പറഞ്ഞല്ലോ, ഇനി ഒരു ചാൻസും ഇല്ല. PK ശശിക്കും പിന്നെ ADGPക്കും എതിരെ ഒരു വിരലനക്കം പോലും പരിപാടിയില്ലെന്ന് മാത്രമല്ല, PK ശശി ആണ് ശരിയെന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നും പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അൻവർ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അൻവർ ചെയ്യാനുള്ള ഇനി ഒരു നിമിഷം നിങ്ങൾ LDFിൽ നിൽക്കുന്നത് ഉചിതമല്ല. അന്തസ്സുണ്ടെങ്കിൽ നിങ്ങളെ പിണറായി സഖാവാണ് നിങ്ങളെ NDAയിൽ കൊണ്ടുവന്ന് MLA ആക്കി സ്ഥാനം നോക്കുന്നത്, മന്ത്രിയാക്കില്ല എന്നുള്ളത്. ഇനി നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ പിണറായി ഗ്രൂപ്പിൽ നിന്ന് പിന്നെ LDFിൽ നിന്ന് പുറത്തു പോകുന്നല്ല. അഭിമാനം അന്തസ്സുണ്ടെങ്കിൽ അത്രേ പറയാനുള്ളൂ. പിന്നെ CPIയുടെ കാര്യമൊക്കെ, ഈ പട്ടി കൊരിച്ച പഠിപ്പ് തുറക്കുന്ന മുമ്പിൽ CPI നിങ്ങളൊക്കെ കൊരിച്ചുകൊണ്ടൊന്നും പിണറായി സഖാവിൻ്റെ ഗ്രൂപ്പൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല, അനങ്ങാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വേടി ഉൾക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം, പോയി തീരും. അത്ര ശക്തമായിട്ട് ഇത്രയും ജനങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അതിലൊരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത പിണറായി സഖാവ്, പിന്നെ ഇനി നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടാണ് ഇനി അദ്ദേഹത്തിന് നിങ്ങളുടെ ആശയം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആ ആശയത്തോട് BJPയുടെ ആശയത്തോട് അല്ലെങ്കിൽ സംഘപരിവാർ ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന പിണറായിയുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം പുറത്തു പോകാം. അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ പിണറായി ഗ്രൂപ്പും BJPയിൽ ചേരും, അല്ലെങ്കിൽ BJP NDA മുന്നിൽ ചേർന്ന് മുന്നോട്ട് പോകും. അതാണ് കാണും. നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നതിൽ ഞാനിപ്പോൾ ഈ NDA മുന്നണിയിൽപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന ഭാഷ നൽകുമോ, ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഏകാധിപതിയും ഫാസിസ്റ്റും ശ്രീമാൻ പിണറായി ആണെന്ന് പറയേണ്ടി വന്നേനെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ NDA മുന്നിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കിപ്പോൾ അതും പറയേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് സംഗതി. എന്തൊരു വിഷയമാണ് കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, ലോക രാഷ്ട്രീയമൊക്കെ പോകുന്നത്. മനുഷ്യത്വത്തിനോ ദയവിനോ സ്നേഹത്തിനോ ഒരു വിലയില്ലാതെ ആക്രമിക്കുന്നു. ഇപ്പം പേജറിന് വേണ്ടി മലയാളി ഭാഗവാക്കായി എന്ന് പറയുന്നു. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. എവിടെ എത്തിയത്? പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ അതെന്തുമാത്രം മലയാളികളെ അവൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സമ്പാദ്യത്തിനും തടസ്സം വരും. നിങ്ങൾക്കറിയോ, 2011 ഇരട്ട ഗോപുരം തകർത്തതിൽ ഒരു മലയാളി പെട്ടെന്നും ആ മലയാളിയുടെ അക്കൗണ്ടിലേക്കാണ് കോടിക്കണക്കിന് രൂപ റിയാലോടെ വന്നതെന്നും പറഞ്ഞ് ഒരു കേസുണ്ടായിരുന്നു. രാത്രി അദ്ദേഹം മുങ്ങി, അദ്ദേഹം ചത്തുപോയതായിട്ട് കാണിക്കുന്നത്. വേഷന്മാർ നിൽക്കേണ്ടതാണ് വേറെ രീതി പറയുന്നത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ സഖാക്കൾക്കും സംഘികൾക്കും കൃസംഘികൾക്കും പിന്നെ എന്താണ് പിന്നെയുള്ള ജിഹാദികൾക്കൊക്കെ? അപ്പോൾ കാര്യങ്ങളിൽ അടിയൊഴുക്ക് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ അവലും മലരും ഇരിക്കുമെന്ന് പറഞ്ഞാൽ മണ്ട ശിരോമണികൾ അവരൊക്കെ തിഹാർ ജയിലിൽ കിടക്കാണ്, എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാതെ പ്രശ്നം ഇടപെട്ട് ഇസ്ലാമിൻ്റെ മോചനം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൻ്റെതൊക്കെ മുദ്രാക്കി വിളിച്ച് പ്രശ്നം വഷളാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വളർച്ചയും നിലനിൽപ്പും അപകടത്തിലാകുമെന്നല്ലാതെ നിങ്ങൾ കാണുന്ന ഒരു സ്വപ്ന രാജ്യമൊന്നും 47 ഇസ്ലാം രാജ്യമൊന്നും ഇന്ത്യ ആവില്ല.
അത് തന്നെയുമല്ല, നിങ്ങൾക്ക് എതിർ നിൽക്കുന്ന ഗ്രൂപ്പ് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ലോകത്ത് ഒരു രാജ്യത്തും നാളിതുവരെ അവിടുത്തെ ന്യൂനപക്ഷ സമുദായം ഭരണത്തിൽ വന്നിട്ടില്ല. അത് ന്യൂനപക്ഷ നേതാക്കളൊന്നും ഉണ്ടാവും, അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സപ്പോർട്ടോടി പല സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ മറ്റു പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ന്യൂനപക്ഷം സംഘടിച്ച് അധികാരം പിടിച്ചെടുത്ത ഒരു ചരിത്രം ലോകത്ത് ഇതേവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഞങ്ങളുടെ ചരിത്ര പഠനത്തിൽ നിന്നും ചരിത്ര ഗവേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് കണ്ണിക്കാം, എതിരായിട്ട് കണ്ണിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് 2047 മുസ്ലിം രാഷ്ട്രമാകും ഇന്ത്യ എന്ന് ഒരു വിഭാഗം പറയും, മറ്റു വിഭാഗം അത് പേടിച്ച് അങ്ങനെ ആകുന്നതിൽ സങ്കടപ്പെട്ടൊക്കെ ചെയ്യുമ്പോൾ എന്താ കാര്യം? ഒരു കാര്യമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ബ്രിട്ടീഷുകാരുടെ എതിർപ്പോട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമായി ഫത്വ വ്യാഖ്യാനിച്ച് നടത്തിയ മുസ്ലിം നേതാക്കൾ, മുസ്ലിം ഉലമാക്കൾ ചില പുരോഹിതന്മാരും ഉമറാക്കൾ ഭരണാധികാരികളും അവർ ചെയ്തതിന് ആ ക്ഷീണം ഇന്നും മുസ്ലിങ്ങൾക്ക് മാറിയിട്ടില്ല, മാറി വരുന്നുള്ളൂ. മാറി വരുന്ന ഒരു ലക്ഷണം എന്നൊരു സുഹൃത്ത് പറഞ്ഞു, AG ഹാളിൽ. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ അല്ലെങ്കിൽ ജിഹാദികൾ പറയുന്നു 2047 ഇന്ത്യ മുസ്ലിം രാജ്യമാക്കാൻ ശ്രമമാണ് ആക്കുമെന്ന്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിഹാദി അല്ലാത്ത അതിനെതിരെയുള്ള ഒരു വിഭാഗം പറയുന്നത് വെച്ചാലോ, AG ഹാൾ, കലൂർ AG ഹാളിൽ ഒരു വിദ്യാഭ്യാസ പരിപാടി നടത്തി, മനോരമ. അതിലൊരു ക്രിസ്തീയ നേതാവാണ് അതിന് ഉദ്ഘാടനം ചെയ്തത്. ആ നേതാവ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹം വിളിച്ചു വന്ന കൂട്ടുകാരായിട്ട് ഊണ് കഴിക്കാൻ പുറത്ത് വന്നപ്പോഴേ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചതാണ്. അതറിയോ, ഇന്നത്തെ യോഗത്തിൽ വല്ല പ്രത്യേകതയുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറയും, എന്ത് പ്രത്യേകത പരിപാടി? ഒന്നും കണ്ടില്ലേ? അതിൽ സ്ത്രീകളാണ് കൂടുതലും, അത് തട്ടിട്ട സ്ത്രീകളാണെന്നുള്ളതിൽ മനസ്സിലായി. ഓ, അത് ശരിയാണല്ലോ, അത് ഉള്ളതിൽ മുഴുവൻ ഭൂരിപക്ഷ പേരും തട്ടിയിട്ട സ്ത്രീകളാണ്, വനിതകളാണ്. വനിതകൾ തട്ടിയിട്ടെങ്കിൽ അവർ മുസ്ലിങ്ങളാണല്ലോ. അതായത് ബ്രിട്ടീഷുകാരുടെ എതിർപ്പ് കൊണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അന്ധമായി വിരോധം ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ എതിർപ്പ് കൊണ്ട് അന്നത്തെ മുസ്ലിം പുരോഹിതന്മാരും ഭരണാധികാരികളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമായി പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട് പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സമുദായം ഇന്ന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കഷ്ടപ്പെട്ട് അവർ ഗൾഫിൽ പോയി പണിയെടുത്ത് ചൂടിൽ 42 ഡിഗ്രി ചൂടിൽ പണിത് കാശുണ്ടാക്കി പിള്ളേരെ പഠിപ്പിച്ചു. അവർ ഉയർന്ന നിലവാരം വന്ന് അത് IAS, IPS, IRS, IFS, 4 ഡിഗ്രിയില്ല, IRS ഉണ്ട്, IFS ഉണ്ട്, IPS ഉണ്ട്, IAS ഉണ്ട്. ഈ 4 ഡിഗ്രിയിലും പ്രത്യേകിച്ച് IAS വരുന്നതുകൊണ്ട് അവരാണ് നാളെ തലപ്പത്ത് വരും. അപ്പോൾ അധികാരം മോഡി ഭരിച്ചാലും അമിത്ഷാജി ഭരിച്ചാലും അത് ഇവർ കൈക്കലാക്കുമെന്നാണ് ഒരു വിഭാഗത്തെ സംശയം. അതെന്തുമാത്രം സംശയം എനിക്കറിയില്ല അതിലോട്ട്. അപ്പോൾ ഏതായാലും അതുപോലെയുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് ഇന്ത്യയിൽ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും പറയണം, സംഘ് പരിവാർ എന്നുള്ളത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി. BJP ആണ് രാജ്യം ഭരിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമായി. ഇപ്പോൾ ഒരല്പം പോരായി കണ്ട് സ്വാതന്ത്ര്യം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിനെതിരെ നിങ്ങൾ കൊഞ്ഞനം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ എതിർപ്പുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കിയ പോലെ ആ മോഡിയോട് സംഘപരിവാറിനോട് എതിർപ്പുള്ളതുകൊണ്ട് ഭരിക്കുന്ന കക്ഷിയെ വെറുപ്പത്ത് മാറി നിൽക്കാതെ നിങ്ങൾ അതിൽ 3,000-ആയി, അതിൽ 10,000-ത്തിനായി വന്ന് ആ ഭരണത്തിൻ്റെ ശീതളച്ചായ നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ വളരും, ആ പ്രസ്ഥാനം സംഘപരിവാരം വളരും. അല്ല, സംഘപരിവാറിനെ ഒതുക്കി ഇനിയൊരു ഭരണം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ അന്തം കമ്മി കണ്ടില്ല. കമ്മിയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നടക്കുമോ? ഈ പിണറായി സഖാവിലൊക്കെ മനുഷ്യൻ എന്താണ്? പല സഖാക്കളും മനുഷ്യൻ എന്താണ്? അരിയിൽ ഷുക്കൂറിനെ കെട്ടിയിട്ട് 17 വയസ്സുള്ള കുട്ടിയെ കെട്ടിയിട്ടത് ജനക്കൂട്ടത്തിന് വിളിച്ച് തല്ലിക്കൊന്നല്ലേ, കുത്തിക്കൊല്ലല്ലേ. കുത്തിപ്പോൾ ഇന്ന് കൊല്ലത്ത് ഒരു മകളുടെ കൂടെ വന്ന കാമുകൻ അല്ലെങ്കിൽ കൂട്ടുകാരനെ മകളുടെ അച്ഛൻ വിളിച്ചുകൊണ്ട് വീട്ടിൽ കെട്ടി കുത്തിക്കൊന്നു, ഒറ്റ കുത്തിച്ചത്ത്. അങ്ങനെ അതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാക്കും. ഇത് കെട്ടിയിട്ട് ആയിരക്കണക്കിന് അടിയടിച്ച് അല്ലെങ്കിൽ 100 അടിയടിച്ച് 17 വയസ്സ് കുഞ്ഞിനെ കൊന്നപ്പോൾ
എൻ്റെ ജയരാജൻജി, നിങ്ങൾ ചെയ്തതൊരിക്കലും ഞങ്ങൾ പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അതിന് സംരക്ഷണം കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ മാ നിഷാദ എന്ന് പറയായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞില്ല. അതാണ് നിങ്ങളുടെ പറ്റിയ ഏറ്റവും തെറ്റ്. തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നില്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നൊരു തത്വമുണ്ട്. അപ്പോൾ നിങ്ങൾ കുറ്റവാളിയല്ലെന്ന് മാത്രമല്ല, കുറ്റത്തിനെ അല്ലെങ്കിൽ കുറ്റവാളികൾ പ്രോത്സാഹിപ്പിക്കുന്നതും അത് കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സഖാക്കളല്ലേ. നിങ്ങളല്ലേ 17 വയസ്സ്. എനിക്കിപ്പോൾ ആ കുട്ടിയോടോ ആൾക്കാരോടോ ലീഗിൻ്റെയോടോ ഒന്നും എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഒരു മനുഷ്യത്വം എന്ന് പറയുകയാണ്. 17 വയസ്സുള്ള ആ കുട്ടി എന്ത് തെറ്റ് ചെയ്യട്ടെ, കെട്ടിയിട്ട് ആൾക്കൂട്ടം കൊന്നില്ലേ. അത് കണ്ടുകൊണ്ടിരുന്ന സഖാക്കളെ ചോദിക്കണത്, എന്ത് DYFI സഖാ, എന്ത് SFI സഖാക്കളെ, നിങ്ങൾക്കൊക്കെ മനുഷ്യരാണോ? അതുപോലെ പാലക്കാട് മറ്റോ ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് നിഷ്ഠൂരല്ല, നിഷ്കരുണം കൊന്നില്ലേ, ഭരണത്തിൽ തണലില്ലേ. എന്ത് ന്യായമാണത്? അതാണോ കമ്മ്യൂണിസ്റ്റ് പറയുന്നത്? കമ്മ്യൂണിസം പറയുന്നത് അതാണോ? നിങ്ങൾ അതിനൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് വെറുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ കോൺഗ്രസ് വഴി ഞങ്ങൾ BJP അല്ലെങ്കിൽ BJPയോട് സഹകരിച്ച് നിൽക്കുന്ന പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത്. നിങ്ങളിലൊക്കെ ഈ നിഷ്കരണവുമായ പ്രവൃത്തി, നിർലക്ഷ്യമായ പ്രവൃത്തി കണ്ട് മടുത്തിട്ടാണ്. അരിയിൽ ഷുക്കൂർ അരിയിലെ നിങ്ങൾ ചെയ്ത്, അന്ന് വിദ്യാർത്ഥി ചെയ്ത്, പിന്നെ മഹാരാജ് കോളേജിൽ ചെയ്ത്, ഇതൊക്കെ പുറകിൽ കളിച്ചാരെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ലേ? അതിനെ കൂട്ടി തന്നെ പഴയ ബ്രിട്ടാസല്ല ബ്രിട്ടോ ആയിട്ട് ഒരാൾ മരിച്ചിട്ടല്ലോ. ഇതിനൊക്കെ പുറകിൽ കളിച്ചാരാന്നും എന്തായിരുന്നു ഒക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഭരണമൊക്കെ എന്നും ഭരണത്തിലെ ശീതളച്ചായ അനുഭവിക്കാതെ ആയിരിക്കരുത്. ഭരണമൊക്കെ സമയത്ത് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യം വിട്ട് രാജാവിനെ പോലെ അല്ലെങ്കിൽ വീട് വിട്ട് പട്ടിപ്പൂലിയാവും. ഒരാൾ ഇപ്പോൾ ഭയങ്കര പ്രകോപനം മോലായിരുന്ന ആളുണ്ട്. ഇപ്പോൾ വീട്ടിൽ 100 വയസ്സായി വീട്ടിലിരിക്കുകയാണ്, ഏകനായി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. ഇതൊക്കെ വരും. ഒരാൾ ഇന്ന് മരിച്ചു. MM ലോറൻസ് മോശമായിരുന്നോ? ശാരീരികമായിട്ടും എന്തിനും മോശമായിരുന്നോ? ഇന്ന് മരിച്ച്. നമ്മളെല്ലാം ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകും. ആ യാത്ര പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ജീവിതകാലത്ത് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ അതിലാണ് നോക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്കത് വിശ്വാസമില്ലല്ലോ. മറ്റൊരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വാസമില്ല, നിങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് കമ്മ്യൂണിസം. ലോകത്തിന് മാതൃകയാകേണ്ട കമ്മ്യൂണിസം പ്രത്യേക കേരളത്തിൽ ചെയ്യുന്ന വൃത്തികേടുകൾക്ക് നിങ്ങൾക്ക് എന്ത് ന്യായീകരണം പറയാനുണ്ട്? ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് ഏറ്റവും വലിയ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ, സഖാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. പട്ടിണി കിടന്ന് പ്രസ്ഥാനം വളർത്തിയ സഖാക്കളുടെ ആത്മാർത്ഥതയും ആദർശവും ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടല്ലേ സഖാവെ നിങ്ങൾ ചെയ്യുന്നത്. എന്ത് ന്യായം കണ്ടതിൽ? തൃശ്ശൂർ പൂരം അത് സംഭവിച്ചു. അതിൻ്റെ ഒരു മാസകം ഇത് ചെയ്യാൻ പറഞ്ഞ ലെറ്റർ അന്വേഷണ കമ്മീഷൻ വെച്ച് അത് യാതൊരു നടപടി എടുത്തില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കൊടുത്ത പോലീസെ നിങ്ങൾ സ്ഥലം മാറ്റിയില്ലേ? എന്തായിരുന്നു സംഭവം? അത് ഏറ്റവും നീതിയല്ലേ. ലോകമല്ല, ഇന്ത്യയിൽ കേരളം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ ആഘോഷം തിരുവോണം പോലെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതി മതസ്ഥരും കൈകാര്യം ചെയ്യുന്നതാണ്, ഇഷ്ടപ്പെടുന്നതാണ്, സംഘടിക്കുന്നതാണ്. അതിൽ നിങ്ങൾ വെള്ളിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അതാര് ചെയ്താലും അത് ശരിയാണ്. അതിനെക്കുറിച്ച് ഞാൻ സത്യം അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഏപ്രിൽ കഴിഞ്ഞിട്ട് എത്ര മാസം, 5-6 മാസമായില്ലേ, ഒരു അനക്കമുണ്ടായി ഒരു പറഞ്ഞോ. എന്നിട്ട് ഉത്തരം പറഞ്ഞവരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യില്ല, സ്ഥലം മാറ്റിയില്ലേ? ഇതൊന്നും ശരിയല്ല സഖാവേ. നിങ്ങളുടെ വളർന്നു വന്ന സാഹചര്യവും നിങ്ങളുടെ പൂർവ്വകാലമൊക്കെ അത് മനസ്സിലാക്കണം. ഈ അധികാരവും പൊങ്ങച്ചും പതിവൊന്നും എന്നും നിലനിൽക്കില്ല. വയസ്സെത്ര? 75-78 വയസ്സായില്ലേ? അല്പം മനുഷ്യത്വം കാണിക്കുക, അല്പം പാവപ്പെട്ടൊരു വികാരത്തെ മാനിക്കുക. ഞാൻ പിടിച്ച മുകളിൽ 2 കൊമ്പ് 3 കൊമ്പെന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ കുറച്ച് ദയവ് കാണിക്കുക,
ഒരു വിനയം കാണിച്ച് ധിക്കാരം കാണിക്കില്ലേ, അഹങ്കാരം കാണിക്കില്ലേ, ഫാസിസം കാണിക്കില്ലേ, ഏകാധിപതിയാകല്ലേ. അങ്ങനെ ആകാൻ നിങ്ങൾക്കൊന്നും അവകാശമില്ല. കാരണം ജനങ്ങൾ ഇന്ന് ജയിപ്പിച്ച വോട്ട് വിട്ടാണ്. നിങ്ങളല്ല, നിങ്ങളിപ്പോഴും പാർട്ടി വിധേയമാകണം. ഇന്ന് നിങ്ങൾ പാർട്ടി വിധേയമല്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കെതിരെ ആരും ശബ്ദിച്ചാൽ അവരെ നിങ്ങളുടെ ആ മുഷ്ടി ഉപയോഗിച്ച്, അധികാരം ദണ്ട് ഉപയോഗിച്ചല്ലോ, അവരൊക്കെ ഭസ്മാക്കി കളയാണ്. അതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത്, അൻവർ ചെയ്ത പ്രവൃത്തി ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അൻവർ ചെയ്യേണ്ടത് LDF ആയിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വഴി നോക്കുക. അതാണ് നല്ലത്. ഇനി കടിച്ചു തൂങ്ങി പറഞ്ഞ് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയില്ലേ അതിൽ നിന്ന് പുള്ളി ഇഞ്ചി മാറാൻ പോകുന്നില്ല. പുള്ളിക്കത് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. പോകുന്നവർക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടെ നിന്നുകൊണ്ട് പണി വെച്ചാൽ സമ്മതിക്കില്ല എന്ന് രണ്ട് താക്കീതാണ്. ഒന്ന്, എൻ്റെ ഈ പോളിസിയോട് യോജിക്കാത്തവർ വേണമെങ്കിൽ ഊരയിലെ ചന്തിയിലെ പൊടി തട്ടി പോകാം, വേറെ എവിടെയെങ്കിലും പോയി ചേരാം, പ്രവർത്തിക്കാം, നോ തടസ്സമില്ല. പക്ഷെ ഇത് കൂടെ നിന്നുകൊണ്ട് ഇത് പറഞ്ഞ് നടന്നാൽ വച്ചുകൊണ്ടിരിക്കുമല്ല എന്നുള്ള താക്കീതും കൂടിയാണ്. അപ്പോൾ ഒരു മുന്നറിയിപ്പിടൽ, ഒരു താക്കീതുണ്ട്. ഇതിൽ കൂടുതലൊരു മുഖ്യ നിലയിൽ എന്ത് ചെയ്യണം? അത് വളരെ വ്യക്തമാണ്. അക്കാര്യത്തിൽ അദ്ദേഹം 100% ആത്മാർത്ഥത കാണിച്ചു, സത്യസന്ധത കാണിച്ചു. ആ സത്യസന്ധ ആത്മാർത്ഥതയാണ് ഞങ്ങളിപ്പോൾ അനുകൂലിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അതുകൊണ്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.